സിനിമയാണ്. ഫാമിലി ആയിട്ട് കൊണ്ടുവന്ന് കാണിക്കണം പിള്ളേരൊക്കെ. മാർക്കോയുടെ ഒരു സ്റ്റൈലാണ്. പക്ഷെ മാർക്കോയെ പോലെയല്ല, ഇതിനകത്ത് ഗ്രാഫിക്സും സിനിമ കണ്ട് അടിപൊളി പടം, വണ്ടർഫുൾ സിനിമ. സിനിമ സൂപ്പർ. എന്താ ഇത് കണ്ടിന്റെ ഒരു സന്തോഷത്തിലാണ് കരയുന്നത്? സന്തോഷമാണ്. പുതിയ ആൾക്കാരാണെങ്കിലും മേക്കിംഗ് വൈസ് ഒക്കെ അടിപൊളി എല്ലാം ഉണ്ട്. അതിന്റെ കൂടെ നമുക്ക് വയലൻസ് കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു A സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇത് കണ്ടു പഠിക്കേണ്ട ഒരു ഫിലിം മേക്കിംഗ് ആയിട്ട് ഭയങ്കര സന്തോഷം. ആക്ച്വലി നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. കാരണം നമുക്ക് ഞങ്ങളുടെ ഒരു കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മൂവി വരുന്നത്. ഈ കാലഘട്ടത്തിൽ കാണേണ്ട ഒരു സിനിമ, ഇപ്പോഴത്തെ ജനറേഷൻ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ടതാണ്. പക്ഷെ പുള്ളിയുടെ ഒരു സജഷൻ ആയിരുന്നു നമുക്ക് ആക്ടിങ് ഒന്ന് പഠിക്കാൻ വേണ്ടി നീ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട്. കണ്ടറിയേണ്ട സാധനമാണ്. പുതിയ കാണാത്ത കുറെ ഗിമിക്കുകളും പരിപാടിയൊക്കെ ഉണ്ട്. എക്സ്ട്രാ കഴിവൊന്നും ഓരോരുത്തരും അവരവരുടെ റോളും ഭംഗിയാണ്. പടം ഒരു നമ്മൾ ഇതുവരെ മലയാളത്തിൽ കാണാത്തൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. ഇപ്പോഴത്തെ ജനറേഷനും ഇപ്പോൾ ഉള്ള ആൾക്കാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം. അപ്പം അച്ഛൻ്റെ ക്യാമറമാൻ ആയിരുന്നു. അപ്പം കണ്ടിറങ്ങുന്നവരെല്ലാവരും പറഞ്ഞ് ടെക്നിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു സിനിമയാണെന്ന്. അപ്പം എന്ത് തോന്നുന്നു സിനിമ കണ്ടതിന് ശേഷം? അതിന് സന്തോഷമുണ്ട്. നമുക്ക് ഈ ലെവലിൽ അതിനെ കൊണ്ടുവന്ന് വരാനുള്ള ഒരു ഭാഗമാകാൻ പറ്റിയില്ല. പിന്നെ മാത്രമല്ല, ഇപ്പോൾ ഡോൺ മാക്സിനകത്ത് ആളുടെ അകത്തുള്ള ഒരു ഷോട്ടുകളെ ആൾക്ക് എത്രയോ നല്ല ക്യാമറമാരെ, ഒരുപാട് ക്യാമറമാരെ കിട്ടും. അങ്ങനെ നമുക്ക് കുറച്ചെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള വലിയ കാര്യമായിട്ട് തോന്നി. ഭയങ്കര സന്തോഷമുണ്ട്. ഇത് മാത്രമല്ല, ഇതിനകത്ത് ഒരു വയലൻസ് എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഒരു ഫാമിലി ഇമോഷനും കൂടെ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഫാമിലിക്ക് കൂടെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അതുകൂടെയാണ് പറയുന്നത്. ഇപ്പോൾ ഡോൺ മാക്സ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. മുൻപൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഡയറക്ടറിൻ്റെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ക്യാമറമാൻ എന്ന നിലയിൽ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു ചില ഷോട്ടുകളൊക്കെ എടുത്ത് ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇംപ്രസ് ചെയ്യാനെന്ന് ഞങ്ങൾ ഡോൺ ഫിലിമിന് വരുന്ന ആ സമയം മുതലേ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. ഞങ്ങൾ ഒരുപാട് ഡിസ്കഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്. അതിന് നമുക്ക് ഇവിടെ കുറച്ച് ഈസി ആയിരുന്നു എന്ന് തോന്നുന്നു. നല്ല സിനിമയാണ്. ഫാമിലി ആയിട്ട് കൊണ്ടുവന്ന് കാണിക്കണം പിള്ളേരൊക്കെ. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമുള്ള പടമാണ്. ഒരുപാട് സ്വീക്വൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നത്തെ സമൂഹത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ്. നമുക്ക് കത്തത്തോളം റിലേറ്റ് ആവുന്ന ഒരു സ്റ്റോറിയാണ് സിനിമ. റിലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്കാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടം അത് അറിയാലോ. ഈ മാർക്കോ ഒക്കെ പോലെ അത്രയും വയലൻസ് ഒക്കെ ഉള്ള സിനിമ. അത്ര വയലൻസ് ഒന്നുമില്ല. നമ്മുടെ ആവറേജ്, നമ്മൾ ഭീഷ്മപർവം പോലെയൊക്കെ ഉള്ളൊരു വലിയൊരു റിവെഞ്ചിലേക്കൊന്നും പോവാത്ത രീതിയിലുള്ള നോർമലായിട്ടുള്ള ഒരു പ്രമേയം പറഞ്ഞു പോകുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഇങ്ങനത്തെ സിനിമ ഒരു പുതുമുഖ നായകനെ വെച്ച് ചെയ്യുമ്പോൾ അത് വലിയൊരു റിസ്ക് ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അത് നമ്മളെ ത്രസിപ്പിക്കാനായിട്ട്? അത് ഡയറക്ടർ ബ്രില്യൻസ് അല്ലേ. ഒരു ഡയറക്ടർ, ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നല്ലൊരു ഡയറക്ടർ എടുത്ത് കൈ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പം അയാളെ സമയമാണ്. ഷറാവട്ടെ അല്ലേ. ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചുള്ള സാധനമാണ്. വയലൻസ് ആണ് മൊത്തം കുത്തി നിർത്തിയിരിക്കുന്നത്. അത്രയും വർക്കായില്ലേ? അപ്പം വർക്കായില്ല എന്നല്ല, ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിനകത്ത് ഇറങ്ങി വന്നൊരു ഫീലാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. മാർക്കോയുടെ ഒരു സ്റ്റൈലാണ്. പക്ഷെ മാർക്കോയെ പോലെയല്ല, ഇതിനകത്ത് ഗ്രാഫിക്സും അതുപോലെ AI ടൂൾസും ആണ് ഏറ്റവും അധികം ഉപയോഗിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ബാബാ കല്യാണി പോലുള്ള സിനിമകളിലൊക്കെ എഡിറ്റർ ആയിരുന്നു. ആണല്ലേ. ആ എഡിറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. ആ ഒരു ഇതിനകത്ത് വിസ്മയം നമുക്ക് ഇതിനകത്ത് ഈ സിനിമയിൽ കാണാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും ആ എഡിറ്റിംഗിന്റെ പവർ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് കാണുന്നത്. പെർഫോമൻസ് വീക്കൊന്നുമല്ല, വളരെ ഹൈപ്പിലാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. പിന്നെ എസ്പെഷ്യലി ആ വില്ലൻ, മുടിയൊക്കെ വളർത്തിയ കാളി, ഭയങ്കര സാധനം. ആള് ആ ക്യാരക്ടറായിട്ട് ഒരു മാച്ചായിട്ടുള്ളൊരു ഔട്ട്ലുക്കും അതുപോലെ തന്നെ ആ ഒരു ബിഹേവിയറും അവിടെ ആ ഒരു എന്താ പറയുക പല്ലൊക്കെ കാണിച്ച് ഇതാക്കുന്ന, പിന്നെ മയക്കുമാർ ഉപയോഗിക്കുന്ന നമ്മൾ ആ ഫീലൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും എത്രയും ഭീകരമായൊരു സാധനമാണല്ലോ ഇവർ ഉപയോഗിക്കുന്നത്. അതുപോലെയുള്ള അവരുടെ ഒരു മൈൻഡ് സെറ്റ് അതൊക്കെ കാണുമ്പോൾ വളരെയധികം ഭീതിതമായൊരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മളെ സിനിമ കൊണ്ടുപോയിട്ടുള്ളത്. സിനിമ കണ്ട് അടിപൊളി പടം, വണ്ടർഫുൾ സിനിമ. പിന്നെ നമ്മുടെ ആകാശ് എന്ന് പറയുന്ന നായകനാണ് മലയാള സിനിമയ്ക്ക് ഒരു പുതിയൊരു നായകനെ കിട്ടിയിരിക്കുകയാണ്. മാഫിയ ശശിയുടെ സ്റ്റണ്ടും കാര്യങ്ങളുമാണ്.
പിന്നെ നല്ല അടിപൊളി ഗുഡ് ലവ് സ്റ്റോറിയാണ്. ഫസ്റ്റ് ഹാഫ് നല്ല ലവ് സ്റ്റോറിയും കാര്യങ്ങളും, സെക്കൻഡ് ഹാഫും ലവ് സ്റ്റോറിയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റണ്ടും കാര്യങ്ങളും. നമുക്ക് ഈ ഡ്രഗ്സ് മാഫിയെ കുറിച്ചുള്ള ഒരു പടമാണ്. ഡ്രഗ്സ് മാഫിയും പിന്നെ അതുപോലെ തന്നെ സൈബർ ഹാക്കിങ്ങും ഒക്കെ പുതിയ തലമുറ കണ്ടിരിക്കേണ്ട നല്ല അടിപൊളി പടം. സൂപ്പർ ത്രില്ലർ, ക്രൈം ത്രില്ലർ മൂവിയാണ്. ഷാജി കൈലാസിന്റെ ഒക്കെ പടം പോലെ നല്ല അടിപൊളി നല്ല ഫൈറ്റും കാര്യങ്ങളും എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സിനിമയാണ്. ഷൈചേട്ടന്റെ ഷാജു ശ്രീധർ അല്ലേ, സൂപ്പർ അടിപൊളി. പുള്ളിയെ നല്ലൊരു കേന്ദ്ര കഥാപാത്രത്തെ ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നല്ല അടിപൊളി, പുള്ളി എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ്. നല്ല അടിപൊളി സൂപ്പർ. ഓക്കെ, സിനിമ അടിപൊളി, സിനിമ സൂപ്പർ. എന്താ ഇത് കണ്ടിന്റെ ഒരു സന്തോഷത്തിലാണ് കരയുന്നത്? സന്തോഷമാണ് പ്രധാനം. പിന്നെ ആ ഒരു വിങ്ങല് മാറിയില്ല. സിനിമ അത്രത്തോളം കണക്ട് ആയോ? എനിക്കായി. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ പടം കണ്ടു. എന്നുവെച്ചാൽ എന്നാലേ അതിന്റെ ഫുള്ള് അതിലേക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ടി വി തന്നെ അല്ല, ടി വിയിൽ പോയി കാണും, തിയേറ്ററിൽ പോയി തന്നെ കാണണം. എനിക്കിഷ്ടം. ഇതെങ്ങനെ ഫാമിലി ഓഡിയൻസിനൊക്കെ അത്രത്തോളം കണക്ട് ആവുന്ന ഒരു സിനിമയാണ്? ഫാമിലി ഓഡിയൻസ് തീർച്ചയായിട്ടും. കാരണം അതാണ് അതിൻ്റെ ബേസ്, കഥയുടെ ബേസ് അത് തന്നെയാണല്ലോ. കാണാം, എല്ലാവർക്കും കാണാം. അത് ന്യൂജൻ കുട്ടികൾക്ക് പറ്റിയൊരു സാധനമാണ് ശരിക്കും. പക്ഷെ നന്നായിട്ട്, വളരെ നന്നായി. ഷാർട്ടിന് ഞാൻ ഇങ്ങനൊരു, എനിക്ക് ഷാർട്ടിനായിട്ട് ഫീൽ ചെയ്തില്ല പടത്തിൽ. എന്ന് വെച്ചാൽ വേറെ ആരെയോ കാണുന്ന പോലെ തോന്നിയത്. കാരണം ഞാൻ ഷാർട്ടിൽ ഇത്രയും സീരീസിനോട് ഞാൻ കണ്ടിട്ടില്ലത്. അപ്പോൾ പിന്നെ ഇത്ര ഏജ് ആയിട്ട ക്യാരക്ടർ. പക്ഷെ നന്നായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പ്രേക്ഷകരോട് കണ്ടതിന് ശേഷം? നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണണം. നമ്മൾ ഡാർക്ക് വെബ് എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിക്കും ഭയങ്കര വയലൻസ് ആണ്, അല്ല അങ്ങനത്തെ ഒരു കണ്ടന്റ് ആണെന്ന് വിചാരിക്കും. ഇത് ഫാമിലിക്കും, അതായത് ഒരു അച്ഛൻ മകളുടെ ബോണ്ട്, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്, ഫ്രണ്ട്ഷിപ്പ് എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് വയലൻസ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. സോ തിയേറ്ററിൽ വന്ന് പടം കാണണം. അതിൻ്റെ സൗണ്ട് ടീമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ വിഷ്വൽ ആണെങ്കിലും എവറിത്തിങ് ഇസ് ലൈക്ക് സോ ഗുഡ്. നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. കണ്ടിറങ്ങുന്ന എല്ലാവരും മേക്കിംഗ് വൈസ് ഗംഭീരമാണ്. മേക്കിംഗ് ഗംഭീരമാണ്. ഡോൺ സർ എന്താണ് എടുത്തു വെച്ചിരിക്കുന്നത്, ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ്. നമുക്കത് പറയാനില്ല. ഈ സ്റ്റോറി ആദ്യം പറയുന്ന സമയത്ത് ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളൊരു പ്ലാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതുണ്ടായിരുന്നു. പിന്നെ സാറാണ് റൈറ്റർ, ഡയറക്ടർ, ഇതിൻ്റെ എഡിറ്റർ. അപ്പോൾ അത് കാരണം നമുക്ക് നോർമലി ഒരാൾ കഥ പറയുന്നത് പോലെ അല്ല സാർ പറയുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഇത് പറയുമ്പോഴും ഐ വാസ് ലൈക്ക് ഇത് എങ്ങനെ എടുക്കും, ഷൂട്ട് ചെയ്യും എന്നൊക്കെ ഭയങ്കര, ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ഡാർക്ക് വെബ്. നമ്മളിത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ AI ഉണ്ട്, കുറച്ചും കൂടെ ടെക്നോളജി നമുക്ക് കാര്യങ്ങൾ കിട്ടും. അന്നിതില്ല. അപ്പോൾ നമുക്കും കുറച്ച് ഇതിനെപ്പറ്റി ടെക്നോളജി അറിയില്ല. അപ്പോൾ അന്ന് നമ്മളെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അന്ന് എക്സ്പീരിയൻസ് ചെയ്തതാണ് ഇപ്പോൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. പ്ലീസ് ഡു വാച്ച് ദ മൂവി. മൊത്തം ഭയങ്കര വിഷ്വലി അടിപൊളിയാണെന്നാണ്. പടം വേറെ മൂഡ് സാധനമാണ്. ഡാർക്ക് പരിപാടിയാണ്. മലയാളത്തിലങ്ങനെ കണ്ടുള്ള ബാബ കല്യാണി പോലുള്ള സിനിമകളൊക്കെ ഡയറക്ട് ചെയ്ത സംവിധാനം ഡോൺ മാക്സ് എന്ന് പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം എഡിറ്റിംഗ് ഒരു പ്രത്യേക സ്റ്റൈലാണ്. യൂത്ത് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടിയാണ്. വൈബുണ്ട്. എന്താണ് ശരിക്കും സിനിമ എന്താ പറയുന്നത്? ഡാർക്ക് വെബിൽ കുറച്ച് ഇല്ലീഗൽ പരിപാടികളൊക്കെ കാണിക്കുന്നതാണ്. മൊത്തം പറഞ്ഞു പിന്നെ കണ്ടിട്ട് കാര്യമില്ല. നമുക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇവിടെ ഇപ്പൊ നടക്കുന്ന സംഭവം അങ്ങനെ അവിടെ ക്രൈം ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മളെപ്പോഴും കേട്ടോണ്ടിരിക്കുന്ന വാർത്തകൾ പോലെ തന്നെ പരിപാടികൾ നമുക്ക് മനസ്സിലാവും. ബാക്കിയുള്ള പെർഫോമൻസ് ഒക്കെ എല്ലാം നന്നായിട്ടുണ്ട്. പുതിയ ആൾക്കാരാണെങ്കിലും മേക്കിംഗ് വൈസ് ഒക്കെ അടിപൊളി. ഫാമിലി ഓഡിയൻസിനെ കണക്ട് ആവുന്ന ഒരു സിനിമയാണ്. ഫാമിലി അല്ല, ഇതൊരു വേറൊരു ടൈപ്പ് ജോണറാണ്. സോ ത്രില്ലറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് വയലന്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് സാധനങ്ങളാണോ? ഐ മീൻ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇറ്റ്സ് നോട്ട് ടു ബാഡ്, ബട്ട് യാ വാച്ചബിൾ. ഒരു നല്ല റിവെഞ്ച് സ്റ്റോറി. സിനിമ കണ്ടിറങ്ങി എല്ലാവരും ഇതിന്റെ മേക്കിങ്ങിനെ പറ്റിയൊക്കെയാണ് കൂടുതലും പറയുന്നത്. അതെ അതെ, വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ടുള്ള ഒരു മേക്കിംഗ് നന്നായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ പ്രേക്ഷകരുടെ മുന്നിൽ ഇരുന്ന് സിനിമ കാണുന്ന ശേഷം? ഭയങ്കര സന്തോഷമായി. നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. കാരണം നമുക്ക് ഞങ്ങളുടെ ഒരു കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ മൂവി വരുന്നത്. അപ്പോൾ അതിന് ഒരു പോസിറ്റീവ് റെസ്പോൺസാണ്. നമുക്ക് ഈ പറഞ്ഞ ഒരു ടെക്നിക്കലി അതിനൊരു ഒരു ഓവർ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഭയങ്കര ഈസിലി എല്ലാവർക്കും കഥാ പരിപാടിയെല്ലാം നല്ലതായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഫൈറ്റിനും അതിനൊക്കെ നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സിനിമ എല്ലാവരും കണ്ടവരെല്ലാവരും സിനിമയെ പറ്റി പറഞ്ഞ സിനിമ ടെക്നിക്കലി ഭയങ്കര റിച്ച് ആണെന്നാണ്. അപ്പം ഇതിന് കുറേ സംഭവങ്ങൾ ഇപ്പം ഇന്ന് ടെക്നിക്കലി ഇത്ര അഡ്വാൻസ് ആയിട്ട് നിൽക്കുന്നതിനേക്കാളും ആ ഷൂട്ട് ചെയ്ത സമയത്ത് അത്രത്തോളം ആയിരിക്കണമെന്നില്ല. അപ്പം അത് വലിയൊരു ചലഞ്ചിങ് ആയിട്ട് തോന്നിയിരുന്നു. അത് നമ്മൾ അന്ന് ആ കാലഘട്ടത്തിലുള്ള ഒരു ഫെസിലിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ ഫിലിം ചെയ്തത്. ഇപ്പം മാറിയല്ലോ. ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി. ഇപ്പം ഡേ ബൈ ഡേ അഡ്വാൻസ്ഡ് ആണ്. അപ്പം നമ്മൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടാണ് അന്ന് ട്രൈ ചെയ്തിരുന്നത്. അതുകൊണ്ട് ഓൾമോസ്റ്റ് സെറ്റാണ്. എയുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം അന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ട്? അന്നില്ല, അന്ന് ആക്ച്വലി ഇല്ല. ഇപ്പം ഈ സിനിമ ഇപ്പം ഒരുപാട് സിനിമകളിൽ എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള സാറാണ്. അത് വലിയൊരു പ്രഷറായിട്ട് തോന്നുന്നുണ്ട്. ഒരു രണ്ടാമത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും പ്രേക്ഷകർ അത്രത്തോളം എക്സ്പെക്ട് ചെയ്യും എന്നുള്ളൊരു പ്രഷർ തോന്നിയിട്ടുണ്ടായിരുന്നു.
ഇല്ല, ആക്ച്വലി ഇത് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ ഫിലിം ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. കാരണം അത് ടെക്നിക്കലി നമുക്ക് ഇതിൻ്റെ എഡിറ്റും ഒരു വേറെ സ്റ്റൈലാണ്. അപ്പോൾ അത് ആകാശിന് ആക്ച്വലി നമ്മളൊരു പുതിയൊരു ഹീറോയാണ് ഇതിന് വേണ്ടത്. സബ്ജക്റ്റ് മനസ്സിലായല്ലോ, അപ്പോൾ അതെനിക്കൊരു പുതിയ ഫേസിനെ വേണം, അങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇതുവരെ കണ്ടതിൽ നിന്ന് ഭയങ്കര വേറിട്ട ഒരു കഥാപാത്രമായിരുന്നു ഫാറ്റില്. അപ്പൊ പ്രേക്ഷകരെല്ലാം ഗംഭീര അഭിപ്രായമാണ് സിനിമയെ പറ്റി പറയുന്നത്. എന്ത് തോന്നുന്നു സിനിമ പ്രേക്ഷകർ? എല്ലാവരും കാണുക എന്നുള്ളതാണ്, എല്ലാവരിലേക്ക് എത്തുക എന്നുള്ളതാണ് വിഷയം. രണ്ടാമത്തെ കാര്യം, നമുക്ക് കിട്ടാവുന്ന ഈ ഒരു പരിമിതികൾക്ക് അകത്ത് നിന്നുകൊണ്ട് ഏറ്റവും നല്ല ഒരു ക്യാരക്ടർ, പിന്നെ സിനിമ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സിനിമ, പിന്നെ എല്ലാവർക്കും ഈ കാലഘട്ടത്തിൽ കാണേണ്ട ഒരു സിനിമ. ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ടൈറ്റിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ഇപ്പോഴത്തെ ജനറേഷൻ മസ്റ്റായിട്ട് കണ്ടിരിക്കേണ്ടതാണ്. ഡ്രഗ്സിൻ്റെ അതിൻ്റെ ഇടയിൽ പോകുന്നൊരു ലൈഫ്, അതിലൂടെ ഏറ്റവും നന്നായിട്ട് ഇമോഷണലി കഥ പറഞ്ഞു എന്നുള്ളതാണ്. കുടുംബ പ്രേക്ഷകർക്കും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പോൾ അതിലൊരു ഭാഗമാകാൻ പറ്റിയ വലിയ സന്തോഷം. ഇപ്പോൾ സിനിമ ഇന്നാണെങ്കിൽ ഇപ്പം എയുടെ ഇത്രത്തോളം വലിയൊരു വളർച്ചയൊക്കെ ഉണ്ട്, പക്ഷേ ഇത് എടുക്കുന്ന സമയത്ത് അത്രത്തോളം ഡെവലപ്ഡ് ഒന്നും അല്ല. അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നു ഈ സിനിമ എങ്ങനെ എടുക്കും എന്നുള്ളൊരു. ആക്ച്വലി അന്ന് എടുക്കുന്ന സമയത്ത് നമ്മൾ ആ സിനിമ അന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ അത് വർക്കാവുമെന്ന് സംശയമായിരുന്നു. പക്ഷെ ഇന്ന് നമുക്കത് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ മ്യൂസിക് എല്ലാം ചേഞ്ച് ചെയ്ത് ഇതിൽ ചെയ്ത് ഈ 2 വർഷത്തിന് ശേഷമുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അതെല്ലാം ചെയ്തു. റീവർക്ക് ഒരു 1 ഇയർ റീവർക്കാണ്. എഫക്ട്സും VFXും എല്ലാം 1 ഇയർ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പം ഇറക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇതിനൊരു A സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം? അത് ആക്ച്വലി ഫൈറ്റും കാര്യങ്ങളും വയലൻസ് ഈ പറയുന്ന രീതി അത് അത്രത്തോളം ഉണ്ടെങ്കിൽ ഈ സിനിമയ്ക്ക് കാര്യമുണ്ട്. കാരണം വെച്ചാൽ എങ്കിലേ നമുക്കത് അറിയുള്ളൂ. ഒരു കാര്യം ഇങ്ങനെയുള്ള നെഗറ്റീവായ കാര്യങ്ങൾ അടിച്ചമർത്തുകയാണ്. അത് എത്ര എക്സ്ട്രീമാണോ അത്രയും എക്സ്ട്രീമായിട്ടാണ്. അപ്പോൾ പ്രേക്ഷകർ നമ്മളിത് കാണുമ്പോൾ അതൊരു അടിച്ചമർത്തായിട്ട് ഫീൽ ചെയ്യും. അതിനകത്ത് അവർ വയലൻസ് ആയാലും ഇതായാലും അതിന് വേണ്ടിയിട്ടുള്ളതാണ്. തീർച്ചയായും സച്ചി സാറിൻ്റെ ഒക്കെ കൂടെ ഒരു വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം മുമ്പുണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയുള്ളത് ഉണ്ടായിരുന്നില്ല. പക്ഷെ പുള്ളിയുടെ ഒരു സജഷൻ ആയിരുന്നു നമ്മൾ ഈ ആക്ടിങ് ഒന്ന് പഠിക്കാൻ വേണ്ടി നീ ഒന്ന് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ കൊറോണ സമയത്താണ് നമ്മൾ ഈ ഒരു ഡിസ്കഷൻ നടന്നത്. ഞാൻ ബോംബെയിൽ പോയത്. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് എത്തിയത്. മുമ്പ് കണ്ടിരുന്നു, അല്ലെങ്കിൽ സിനിമയുടെ ഏതെങ്കിലും കുറച്ച് പാട്ടുകൾ എന്തെങ്കിലും ഫൈറ്റ് സീൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഫൈറ്റ് സീൻ തന്നെയായിരുന്നു. കാരണം കുറേ നാൾ അതിന് വേണ്ടി നമ്മൾ നല്ലപോലെ വർക്ക് ചെയ്തിരുന്നു. അത് കണ്ടൊക്കെ ഹാപ്പി ആയിരുന്നു? ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. എങ്ങനെയുണ്ടായിരുന്നു? ഇങ്ങനത്തെ ഒരു പടം, ക്രൈം ത്രില്ലർ പോലത്തെ പടം, വേറൊരു ഡാർക്ക് വെബ് പരിപാടി. എങ്ങനെയുണ്ടായിരുന്നു? നല്ല പരിപാടി. എന്താ ശരിക്കും സിനിമ എന്താ പറ്റി പറയുന്നത്? കണ്ടറിയേണ്ട സാധനമാണ്. പുതിയ കാണാത്ത കുറെ ഗിമിക്കുകളും പരിപാടിയൊക്കെ ഉണ്ട്. ഓക്കെ, ഈ ക്രൈം ത്രില്ലർ പോലെ പരിപാടിയാണെന്ന് പറയുന്നത്. ഡാർക്ക് വെബ് ക്രൈമിനെതിരെയുള്ള ഒരു പോരാട്ടം. അത് ഇപ്പൊ ഡോൺ മാക്സിന്റെ ഒരു വേറൊരു തരത്തിലുള്ള ഒരു ഡയറക്ഷൻ ആണെന്നൊക്കെ പറയുന്നത്. ഗംഭീര ഡയറക്ഷനാണ്. പടം ചെയ്തിരിക്കുന്നത് എങ്ങനെ ഈ ജെൻസി അല്ലെങ്കിൽ ന്യൂ ജനറേഷനൊക്കെ? പക്കാ ന്യൂ ജൻ തന്നെ. നമ്മൾ പുറത്തൊക്കെ കണ്ട പരിപാടിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും ആകാശനൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാജുവേട്ടനാണെങ്കിൽ അടിപൊളി. സച്ചി ചേട്ടൻ്റെ മകനെയൊക്കെ അടിപൊളിയായിട്ട്. ഷാജുവേട്ടനൊക്കെ നമ്മൾ കാണാത്തൊരു ഇമോഷണൽ ഒരു അടിപൊളി. എങ്ങനെയുണ്ടായിരുന്നു? വളരെ നന്നായിട്ട് തോന്നി. കാരണം പ്രത്യേകിച്ച് കാലഘട്ടത്തിന് ഇൻഫർമേഷൻസ് ഒത്തിരി ഉണ്ട്. സൈബർ, ഡാർക്ക് വെബ്, അതോടെ പോകുന്ന സൈറ്റും അതിന്റെ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡോൺ മാക്സിന്റെ ഒരു നല്ല കയ്യൊപ്പതലുണ്ട്. ഇതെങ്ങനെയാ ഇത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്? 100% ആണല്ലോ. നമ്മൾ എന്നും പത്രത്തിൽ കാണുന്ന സാധനത്തിന് അവർ നന്നായിട്ട് സിനിമയായിട്ട് അവതരിപ്പിച്ചേക്കുന്നത്. എന്നും ഇപ്പോൾ നമ്മളെ യൂത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, അവരിന്ന് ചെല്ലുന്ന അബദ്ധങ്ങൾ, സൈബറിന്റെ സൈഡ് അറിയാൻ മേലാതെ ചെന്ന് പെടുന്ന വഴികൾ, ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതേ തുടർന്നുണ്ടാകുന്ന മരണവും ഡ്രഗ്സും എല്ലാം ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. എന്തായാലും നായകൻ എങ്ങനെയുണ്ട്? എല്ലാവരും ഭയങ്കര അഭിപ്രായം പറയുന്നത്. നായകനും നല്ലതാണ്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഷാജു ശ്രീധർ നല്ലതാണ്. അതുപോലെ ആ പെൺപിള്ളേർ സിൽക്കൊക്കെ, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് എന്താണ് എക്സ്ട്രാ കഴിവൊന്നും ഓരോരുത്തരും അവരവരുടെ റോളും ഭംഗിയായിട്ടുണ്ട്. അതാണ് സത്യം. എങ്ങനെ ഡോൺ മാക്സിന്റെ സംവിധാനം കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? ഡോൺ മാക്സ് സൂപ്പർ അല്ലേ? ബ്രില്യൻ്റ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെ ഒരു കൊച്ചു പടമല്ലേ? അതായത് ഈ വലിയ 1000 കോടിയുടെ പടമല്ലല്ലോ ഇത്. ചെറിയ ബഡ്ജറ്റിന്റെ ചെറിയ പടം പുള്ളി നന്നായിട്ട് അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് നാട്ടുകാർ ഏറ്റെടുത്താണ്. ഗംഭീര അഭിപ്രായമാണ് എല്ലാവരും സിനിമയെ പറ്റി പറയുന്നത്. എനിക്ക് എന്താ പറയേണ്ടത്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൂവിയിൽ വരുന്നത്. ഫസ്റ്റ് ടൈം അതിന്റെ ആദ്യത്തെ മൂവിയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. സ്ക്രീനിൽ കണ്ടതിന്റെ ഇമോഷണൽ ആയിട്ടിരിക്കുക. എത്ര നാളത്തെ ഹാർഡ് വർക്ക് ആയിരുന്നു? കുറെ വർഷത്തെ ഹാർഡ് വർക്കാണ്. അപ്പോൾ നമ്മൾ ഒരു സിനിമയിൽ വരാൻ ആഗ്രഹിക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഈ ബിഗ് സ്ക്രീനിൽ കാണുക എന്നുള്ളത്. സോ അത് കണ്ടു. പിന്നെ ഈ പടം ഒരു നമ്മളിതുവരെ മലയാളത്തിൽ കാണാത്തൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. അത് ഡോൺ സാറിന് അറിയാലോ, നമ്മൾ ചിന്താമണി കൊലക്കേസ് അങ്ങനത്തെ മൂവീസൊക്കെ എഡിറ്റ് ചെയ്തൊരു ലെജൻഡാണ്. സോ
ചിന്താമണി കൊലക്കേസൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ. സോ അതുപോലെ വേറൊരു കൈൻഡ് ഓഫ് മൂവിയാണ്. എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. സിനിമ എങ്ങനെ കുറച്ച് വയലൻസ് ഒക്കെ ഉള്ള കുറച്ച് വയലൻസ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാകുന്നത് നമുക്ക് ബ്ലഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. വേറെ അങ്ങനെ ഒന്നുമല്ല. എല്ലാവരും ഇപ്പൊ പടം വന്ന് കണ്ടു നോക്കാം. ഇതൊരു ഫാമിലി ഓഡിയൻസിനെ കണക്ട് ആവുന്ന എല്ലാവർക്കും കാണാൻ പറ്റും. ഒരു അച്ഛന്റെ വികാരം ഒക്കെ ഉണ്ട് ഇത് കാണിക്കുന്നുണ്ട്. എല്ലാ ഇമോഷൻസിലൂടെ പോകുന്നുണ്ട്. സോ എല്ലാവരും വന്ന് കണ്ടു നോക്കും. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി റിവെഞ്ച് സ്റ്റോറിയാണ്. നല്ല വയലൻസ് ആണ്. ഡാർക്ക് വെബിന്റെ ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ഡോൺ മാക്സ് അത് തന്മയത്തോടെ തന്നെ നല്ല രീതിയിൽ തന്നെ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. ആർട്ടിസ്റ്റുകളൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ജനറേഷനും ഇപ്പോൾ ഉള്ള ആൾക്കാർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെ. എങ്ങനെ വയലൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മാർക്കോ പോലൊക്കെ അത്രയും ലെവൽ ഉണ്ടോ? അത്ര ഏകദേശമൊക്കെ പറയാം. എന്നാലും അതൊരു വേറൊരു വേർഷൻ, ഇതൊരു വേറെ വേർഷൻ. വയലൻസ് ഉണ്ട്, നല്ല വയലൻസ് ഉണ്ട്. കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ അവർ അതിനെ മേക്ക് ചെയ്തിട്ടുണ്ട്. നല്ല പടം. എങ്ങനെ എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ആർട്ടിസ്റ്റുകൾക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എല്ലാ ആൾക്കാരും നല്ല പെർഫോമൻസ് ആണ്. സിനിമ മൊത്തത്തിൽ എങ്ങനെ ഒരു ഫാമിലി ഓഡിയൻസിനൊക്കെ പറ്റുന്ന ഒരു സിനിമയാണ്? ഫാമിലി ഓഡിയൻസിന് പറ്റും. അറിയില്ല എങ്ങനെയാണെന്ന് അവരുടെ ഓരോരുത്തരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്നില്ല. ഫാമിലി ഓഡിയൻസിനും പറ്റും. പക്ഷേ ഇന്നത്തെ ജനറേഷൻ കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെ. ഈ മേക്കിങ്ങിലൊക്കെ ഭയങ്കരമായിട്ടുള്ള മികവാണെന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നത്. അതെ, ഡോൺ മാക്സിന്റെ അല്ലേ, അദ്ദേഹത്തിന്റെ മേക്കിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ചെറിയൊരു ഫ്രെയിമിൽ വരുമ്പോൾ പോലും അതിന്റെ മേക്കിങ്ങിന്റെ ആ ഒരു ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ബോറടിക്കാതെ ലാഗ് ചെയ്യാതെ നമുക്കതിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ. ഒരു സോക്കോൾ ഫിലിം മേക്കിംഗ് ഒന്നുമല്ല, അതൊരു വേറെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫിലിം മേക്കിംഗ് ആണ്. ഭയങ്കര രസമുണ്ട് കണ്ടിരിക്കാനും. ആക്ടേഴ്സ് വളരെ നന്നായിട്ടുണ്ട്. ടെക്നിക്കൽ സൈഡ് ഗംഭീരമാണ്. നിങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു? ഞാനും ഡോൺമാക്സിന്റെ ഫസ്റ്റ് പടത്തിൽ ഞാൻ അസോസിയേറ്റ് ക്യാമറമാൻ ആയിരുന്നു. പിന്നെ വേറെ ഒന്ന് രണ്ട് സിനിമകളുണ്ട് ഡോൺമാക്സോട് ചെയ്തിട്ടുണ്ട്. രവിചന്ദ്രൻ എൻ്റെ അസോസിയേറ്റ്, എൻ്റെ സിനിമയുടെ റെഫർ രവിചന്ദ്രൻ എൻ്റെ അസോസിയേറ്റ് വർക്ക് ചെയ്തു. ലൂസിഫറിലും എംബ്രോയിലും കുറച്ച് വർക്ക് ചെയ്തിരുന്നു. ഡോൺമാക്സിന്റെ ഒരു ഫിലിമോഗ്രഫി എടുക്കുമ്പോഴത്തെ ഒരു നീണ്ട നിരയുള്ള ഒരു ഫിലിമോഗ്രഫി തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത്രയും സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളുടെ ഒരു രണ്ടാമത്തെ സിനിമ എന്ന് പറയുമ്പോൾ വലിയൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഇത് കണ്ടു പഠിക്കേണ്ട ഒരു ഫിലിം മേക്കിംഗ് ആയിട്ട്, അതായത് മലയാള സിനിമയ്ക്ക് വേണ്ട ഇനി തുടരേണ്ട ഒരു ഫിലിം മേക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ കാരണം ഇവിടെയുള്ള കുട്ടിഘോഷിക്കപ്പെടുന്ന സീരിയൽ പോലെ സിനിമകൾ ചെയ്തു വയ്ക്കുന്ന ഡയറക്ടേഴ്സിനെ അപേക്ഷിച്ചിട്ട് അവർക്ക് 30-40 കോടി കിട്ടുന്നുണ്ടാവും. പക്ഷെ എന്നാലും ഒരു ഒട്ടും ക്വാളിറ്റി ഇല്ലാതെ സിനിമകൾ ചെയ്യുന്നു. ഇത് വളരെ ചെറിയ ബഡ്ജറ്റിൽ ഇത്രയും ക്വാളിറ്റി ആയിട്ട് ഒരു ഫിലിം മേക്കിംഗ് തന്നെ അത് വാക്കുകളില്ല പറയാൻ. ഇറ്റ്സ് അമേസിങ്.